ഒരു നിറക്കാഴ്ചയോടെ ഇന്നത്തെ മോർണിംഗ് ഷോ നമുക്ക് അവസാനിപ്പിക്കാം. കടുത്ത വേനലിലും പൂത്തുലഞ്ഞു നിൽക്കുന്നു കോട്ടയം നീലിമംഗലത്തെ ഒരു മരം. ചുവന്ന പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഈ മരം ആരുടെയും ശ്രദ്ധ ആകർഷിക്കും. എന്നാൽ ഈ പൂക്കൾക്കൊരു രഹസ്യമുണ്ട്. അതെന്താണെന്ന് അറിയട്ടെ? ഈ റിപ്പോർട്ട് കാണും. മരം നിറയെ വിരിഞ്ഞു നിൽക്കുന്ന ചുവന്ന പൂക്കൾ ഏവരുടെയും കണ്ണുകൾക്ക് കുളിർമയേകുന്ന ഒരു കാഴ്ച. MC റോഡിലൂടെ കടന്നു പോകുമ്പോൾ നീലിമംഗലം പാലത്തിന് സമീപത്തായിട്ടാണ് ഈ പൂമരം നിൽക്കുന്നത്. കടുത്ത വേനലിലും ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പൂവേതെന്നറിയാൻ അടുത്തു ചെന്നാൽ നിരാശപ്പെട്ടേക്കാം. കാരണം ഈ പൂക്കളൊന്നും ഈ മരത്തിൽ വിരിഞ്ഞവയല്ല, എല്ലാം പ്ലാസ്റ്റിക് പൂക്കളാണ്. പ്രദേശത്തെ ഒരു കൂട്ടം ആളുകൾ വെറുതെ ഒരു രസത്തിന് ചെയ്തതാണ്. ഞാവൽ മരത്തിന്റെ ചില്ലകളിൽ കുറച്ച് പൂക്കൾ കൊളുത്തി വെച്ചു. കൊള്ളാമെന്ന് കണ്ടപ്പോൾ മരം മുഴുവൻ പൂക്കൾ സ്ഥാപിച്ചു. ആശയം തോന്നിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പാർട്ടിയുടെ ഗോവിന്ദൻ മാഷിന്റെ പരിപാടിക്ക് ഞങ്ങൾ ഈ മരത്താൽ ഇതുപോലെ ചെയ്തായിരുന്നു ഒരു വർഷം മുമ്പ്. അപ്പം അങ്ങനെ ഇത് ഇത്തവണ കേരള സദസ്സിനോടനുബന്ധിച്ച് ഇത്തവണ ചെയ്യുന്നത് ഞങ്ങൾ പുതിയ പൂറി ചെയ്തു. ഒരു കൗതുകം. അത് നമ്മൾ ആദ്യം ഈ കമ്പി സെറ്റ് ചെയ്ത് അതിൻ്റെ ഓരോ ഇതളയിലും അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കും. 4-5 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി തീർത്തത്. റോഡരികിലെ മനോഹര കാഴ്ച കാണാൻ നിരവധി പേർ എത്താറുണ്ട്. ഒരു തണ്ടൊടിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ എത്തുന്നവരും കുറവല്ല. വണ്ടിയെ വന്നാൽ ഇത് ഒറിജിനൽ പൂവാന്നും പറഞ്ഞ് ഇതിന്റെ കമ്പൊടിച്ചോണ്ട് പോകും. കമ്പൊടിച്ചോണ്ട് പോയി ഒടിച്ചു കഴിയുമ്പോൾ ഈ കയ്യെ കമ്പി കൊള്ളുമ്പോഴാണ് അറിയുന്നത് ഇത് പ്ലാസ്റ്റിക് അന്നേരം അവരത് അവിടെ ഇട്ടിട്ട് വൈകിട്ടൊക്കെ ഒന്ന് ഒടിച്ചോണ്ട് പോകുന്നവരുണ്ട്. സംഭവം ഇത് മാത്രമല്ല, സമീപത്തെ ഒരു സ്ഥാപനത്തിലെ പേരമരത്തിലും ഒരു ചെടിയിലും ഇവർ പൂക്കൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് പൂ വെക്കുന്നതിന് വിമർശനം കേൾക്കുമ്പോഴും ഈ മരങ്ങളെയെല്ലാം വെള്ളമൊഴിച്ച് സംരക്ഷിക്കുന്നതും ഇവരാണ്. 24 കോട്ടയം.